നല്ല മനുഷ്യൻ. നമ്മുടെ കയ്യിൽ അകപ്പെട്ടിട്ടും നമുക്ക് രക്ഷിക്കാനായില്ല. ഈ കൊല്ലം രവിയാണ് സാർ ചെയ്തിരിക്കുന്നത്. സാറിന് വന്ന ഓസ്ട്രേലിയൻ കോള് ഞാൻ ട്രേസ് ചെയ്ത് നോക്കിയിരുന്നു. അതൊരു ഇന്റർനെറ്റ് കോൾ ആയതുകൊണ്ട് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആദ്യം രവിയെ പൊക്കണം. വാ തുറന്ന് കിട്ടിയ റെഡ്ഡിയെ പൊക്കണം. റെഡ്ഡി, ഇനി ആ ഡീസി നമ്മുടെ ബിസിനസ്സിൽ തലയിടാൻ വരില്ല. എന്താണ് സാർ പറയുന്നത്? അന്ന് ഞാൻ സംസാരിച്ചപ്പോ നീ കേട്ടുകൊണ്ടിരുന്നതല്ലേ? അവന് ഭയമാണ്. ദുരസിംഗം നമ്മുടെ അതിർത്തി കടന്നിരിക്കുകയാണ്. ഒറ്റ പോലീസുകാരും ജീവനോടെ ഇവിടുന്ന് പോവില്ല. എല്ലാത്തിനും കൊന്നു തള്ളിയേക്കാം. നിങ്ങൾ എന്നെ ജാമ്യത്തിലെടുക്കണം. റെഡി? ഒറ്റ വിടരുത്. വീട് പറ്റി, വീട് സറണ്ടർ ചെയ്യ്. ഞാൻ മോളിപ്പോ. അവന്റെ പുറകെ വേഗം വണ്ടി വിട. നേരെ നേരെ പുറകെ വരുന്നുണ്ടാ. മുമ്പിൽ കാണുന്ന വണ്ടിയിൽ ഇടിച്ചു മാറ്റ്. ആർക്കൊന്നും പറ്റില്ല. സാർ, നത്തിങ് ടു വറി, പ്ലീസ് ക്യാരി ഓൺ. ലെഫ്റ്റ് എടുത്ത് വണ്ടിക്ക് ഇടിക്കണം. ഇടിച്ചു മാറ്റാ. സർ, അവൻ സിറ്റിക്കകത്ത് മുഴുവൻ പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. സിറ്റി റോഡിൽ ഓപ്പോസിറ്റ് വന്ന് അവനെ റിംഗ് റോഡിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്. ഓക്കെ സർ. ദേവൻ, വണ്ടി വിടരുത്. ഓക്കെ. വേഗം വിട്. ഞങ്ങളൊന്നും ചെയ്യില്ലേ. ഞങ്ങൾ കീഴടങ്ങിക്കോളാം. സാർ, എന്താ വേണ്ടത്? നീ വിശ്വാസവഞ്ചന ചെയ്തു അല്ലേ? പോലീസുകാരൻ പുറകോട്ട് പോയ പതുങ്ങിയെന്നർത്ഥം. പതുങ്ങിയെന്ന് പറഞ്ഞാൽ പായാൻ പോവെന്നർത്ഥം. സാർ, ഡോഗ് കിണറ്റിന്റെ അകത്തേക്കാണ് നോക്കുന്നത്. നമ്മൾ കണ്ടുമുട്ടുന്ന ദിവസം നിനക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ? മറക്കാനും പറ്റില്ല, മാപ്പ് നൽകാനും പറ്റില്ല. സാർ, ഗണ്ണുണ്ട് സാർ. ഒരു വർഷം മുമ്പ് കമ്മീഷണറെയും 2 മാസം മുമ്പ് നിന്റെ കൂടെ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയും ഈ തോക്ക് ഉപയോഗിച്ചല്ലേ നീ വെടിവെച്ച് കൊന്നത്? ഗൺ രവി സാക്ഷി പറയാൻ കൊണ്ടുവന്ന ഗവൺമെന്റ് അധ്യാപകനെ നീ കൊന്നില്ലേ? രവി അപ്രൂവറായി. സാർ, സെൻട്രൽ മിനിസ്റ്റർ ലൈനിലുണ്ട്. മിണ്ടാതെ വന്ന വണ്ടി കയറ്, അല്ലെങ്കിൽ കൊന്നുകളെ ഞാൻ. നിക്കേ, പോലീസ് സ്റ്റേഷനിൽ നീ കാലുകൂത്തില്ല എന്നല്ലേ വീമ്പിളക്കിയത്? ഇപ്പൊ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് അകത്ത് വാ. നീയായിട്ട് അഴിക്കുന്നോ അതോ ഞാൻ അഴിപ്പിക്കണോ? കമ്മീഷണർ രാമകൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ പ്രമുഖ വ്യവസായിയായ മധുസൂദന റെഡ്ഡിയെന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസ് കമ്മീഷണർ രാമകൃഷ്ണനെ കരുതിക്കൂട്ടി കൊല ചെയ്ത കുറ്റത്തിന് മധുസൂദന റെഡ്ഡിയെ 15 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവിടുന്നു. ഈ കേസിന്റെ ചാർജ് ഷീറ്റ് റെഡിയാക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ റെഡ്ഡി നിങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗിൽ പ്രവർത്തിക്കുന്ന ഒരു മാഗസിനിലുണ്ടായിരുന്നു. അതിനെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? വിവരമില്ലാത്തവർ എഴുതിയ ആർട്ടിക്കിളിനെ കുറിച്ച് എന്നോട് ചോദിക്കരുത്.
ജനങ്ങൾ രാഷ്ട്രീയക്കാർ പറയുന്നതും ഉദ്യോഗസ്ഥർ പറയുന്നതൊന്നും പെട്ടെന്ന് വിശ്വസിക്കില്ല. എന്നാൽ പത്രത്തിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതിയാൽ ആദ്യം തന്നെ വിശ്വസിക്കും, അതിനുശേഷമേ ആലോചിക്കൂ. നിങ്ങളിൽ അത്രയും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സത്യം മാത്രം എഴുതാവൂ. ഏയ്, എല്ലാരും നോക്കുന്നുണ്ടല്ലോ, നിന്നെ മാത്രം എന്താ അങ്ങനെ നോക്കാത്തത്? ആരെയും നോക്കാതെ എന്നെ നോക്കിയാ ഞാൻ സ്പെഷ്യൽ. എന്നാ എല്ലാരെയും നോക്കിയിട്ട് എന്നെ നോക്കിയില്ലെങ്കിൽ ഞാൻ ഒരുപാട് സ്പെഷ്യലാ.